നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. ചാലക്കുടി പോട്ട നാടുകുന്നിൽ ബസ്സിടിച്ച് ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. പേരാമ്പ്ര സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ 58 വയസ്സുള്ള ജെയിംസ് ആണ് മരിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു അപകടം. തൃശൂരിൽ നാളെ 8 മണി കഴിഞ്ഞാൽ താമര വാടുമെന്ന് കെ മുരളീധരൻ. തൃശൂരിൽ BJP 3ാം സ്ഥാനത്തേക്ക് പോകും. കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കില്ല, വേണമെങ്കിൽ ബാങ്കിൽ അക്കൗണ്ട് തുറക്കാമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ചാലക്കുടി കാതികുടം നിറ്റ ജലാറ്റിൻ കമ്പനിയിൽ മെഗാ റിട്ടയർമെന്റ്. 32 വർഷത്തോളം സേവനമനുഷ്ഠിച്ച 7 പേരാണ് കഴിഞ്ഞ ദിവസം വിരമിച്ചത്. KE വർഗീസ്, അജിത് പോൾ, C ശ്രീകുമാർ, PP സുരേഷ്, TN ബേബി, പയസ് എന്നിവരാണ് വിരമിച്ചത്. വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. കൊച്ചി എളമക്കര സർക്കാർ സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ഗ്രാമീണ മേഖലയിലെ വിദ്യാലയങ്ങളിലും വിപുലമായി പ്രവേശനോത്സവം നടന്നു. എടവിലങ്ങ് പൊടിയൻ ബസാർ ധർമ്മപുരി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചിത്രരചന പരിശീലന ക്ലാസും ചിത്രരചന മത്സരവും നടത്തി. ക്ലബ് പ്രസിഡന്റ് ജിബിൻ തേനാശ്ശേരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെന്റ് ജോസഫ് സ്കൂൾ റിട്ടയർഡ് അധ്യാപകൻ ആർട്ടിസ്റ്റ് വിനോജ് കുട്ടികൾക്ക് പരിശീലനം നൽകി. SNDP യോഗം കൊടുങ്ങല്ലൂർ യൂണിയന്റെ മധ്യമേഖലാ ശാഖ നേതൃസംഗമം നടന്നു. യൂണിയൻ കൺവീനർ PK പ്രസന്നൻ സംഗമം ഉദ്ഘാടനം ചെയ്തു. സംഗമത്തിൽ ചെയർമാൻ PK രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മതിലകം യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സുനിൽ P മതിലകം അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി കൊരട്ടി വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുനേർച്ച തിരുനാൾ 11-ന് ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ജോസഫ് ബിജു തട്ടാരശ്ശേരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചൊവ്വാഴ്ച വരാപ്പുഴ അതിരൂപത വികാരി ജനറൽ മാത്യു കല്ലിങ്ങൽ തിരുനാളിന് കൊടിയേറ്റു. സമ്പാളൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ കുടുംബ കൂട്ടായ്മകളുടെ സ്നേഹസംഗമം നടത്തി. കൊടുങ്ങല്ലൂർ MLA സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ഡോക്ടർ ജോൺസൺ പങ്കേത്ത് അധ്യക്ഷനായി. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.